മലപ്പുറം എടവണ്ണപ്പാറയിൽ നിന്ന് വിദ്യാർത്ഥിയെ കാണാതായിട്ട് 8 ദിവസമായി. +1 വിദ്യാർത്ഥി മുഹമ്മദ് ആദിലിനെയാണ് ഈ മാസം 10-ാം തീയതി കാണാതായത്. ആദിൽ ട്രെയിനിൽ ചെന്നൈ ഭാഗത്തേക്ക് പോയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, 8 ദിവസമായി ഇതുവരെ ഒരു തുമ്പും കിട്ടാതെ അന്വേഷണം ഇങ്ങനെ തട്ടി നിൽക്കുകയാണോ? കുട്ടി എവിടെയാണെന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? സുജ, ആദിലിന് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കാര്യമായ തുമ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് ആദിലിനെ കാണാതാവുന്നത്. അതിൻ്റെ തലേ ദിവസം രാത്രി ആദിലിന്റെ മാതാവുമായി ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു. പിറ്റേ ദിവസം രാവിലെ മാതാവ് ഉറക്കമുണരുന്ന സമയത്ത് കുട്ടി വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഒരു 7:30 സമയമായതോടെ പിന്നീട് നോക്കുമ്പോൾ കുട്ടിയെ കാണാതാവുകയായിരുന്നു. +1 വിദ്യാർത്ഥിയാണ്. എടവണ്ണപ്പാറ ചീക്കോട് സ്വദേശി അബ്ദുൽ നാസറിന്റെ മകനാണ് ആദിൽ. +1 വിദ്യാർത്ഥി ആദിലിനെ പിന്നെ കാണാതാവുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആദിൽ പിതാവിന്റെ വാഹനം ഉപയോഗിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. അവിടെ നിന്നും പിതാവിന്റെ വാഹനം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അവിടെ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ ആദിൽ കയറി എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. ട്രെയിനിൽ വെച്ച ഒരാൾ ആദിലിനെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നീട് ആദിലിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ചെന്നൈ കേന്ദ്രീകരിച്ച് പോലീസും അതുപോലെ തന്നെ ആദിലിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ നേരിട്ടെത്തി വലിയ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കുടുംബം വലിയ ആശങ്കയിലാണ്. ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനുമായോ അല്ലെങ്കിൽ ആദിലിന്റെ കുടുംബവുമായി ബന്ധപ്പെടണമെന്നാണ് ആദിലിന്റെ കുടുംബം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. വലിയ തോതിൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് വ്യാപകമാക്കുന്നുണ്ടെങ്കിലും തെരച്ചിൽ ഒരു തുമ്പും ലഭിക്കാത്തത് വലിയ ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് കയ്യിൽ മൊബൈൽ ഫോണോ മറ്റോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു തരത്തിലും കുട്ടിയെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസും പറയുന്നത്. സുജയ, ശരി. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.